പൂപ്പലിയിലെ കുറച്ച് രാവിലെ കാഴ്ചകളാണ്, അല്ലെ പുലർച്ചെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ എത്തിക്കുന്നത്. നമുക്കിവിടെ രാവിലെ എത്തിക്കഴിഞ്ഞാൽ പൂപ്പലി നഗരിയിലേക്ക് രാവിലെ ആളുകൾ എത്തുന്നതിന് മുൻപ് ഞങ്ങൾ എത്തിയതാണ്. അപ്പോൾ ആ സമയത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. രാവിലെ മഞ്ഞ് പെയ്യുന്ന കാഴ്ചകൾ, അതുപോലെ എല്ലാ കിളികളാണെങ്കിലും പൂക്കളാണെങ്കിലും ഇവിടെ നമുക്ക് ഈ നടക്കുന്ന വീഥികളിലൊക്കെ രാവിലെ ഇങ്ങനെ ഈ പൂക്കളൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അത് കുട്ടികളിങ്ങനെ അത് ആദ്യം വരുന്ന കുട്ടികളൊക്കെ അത് കൗതുകത്തോടെ നോക്കുകയും അത് എടുത്തിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുകയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ അതൊക്കെ വളരെ കൗതുകമുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകർക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. പൂപ്പലി നഗരി എപ്പോഴും കാണാൻ നല്ല വൃത്തിയാണ് അല്ലേ? അപ്പോൾ ഈ വൃത്തിയായിട്ടുള്ള പൂപ്പലി നഗരി ഒരുക്കുന്ന കാഴ്ചകളൊക്കെ രാവിലെ തുടങ്ങും. അതിരാവിലെ ഈ പൂപ്പലി നഗരി വൃത്തിയാക്കാൻ കുറേ പേര് ഇവിടെ എത്തും. അവർ രാവിലെ മുതൽ ഇവിടെ ഈ നമ്മൾ വീണ് കിടക്കുന്ന പ്ലാസ്റ്റിക്കും അങ്ങനെ നമ്മൾ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഇടുന്ന ചിലപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്ലാസ്റ്റിക്കൊന്നും ഒരിക്കലും ഇവിടെ ഇടാൻ പാടില്ല ശരിക്കും. അപ്പോൾ ഈ അത് അറിയാതെ ചിലവരൊക്കെ ഇടാം. അപ്പോൾ ആ പ്ലാസ്റ്റിക്കൊക്കെ നീക്കം ചെയ്യും. അതുപോലെ വീണ് കിടക്കുന്ന ഇലകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ഇവിടുന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ രാവിലെ. അപ്പോൾ ഇവരാണ് ഈ പൂപ്പലി നഗരി ഇങ്ങനെ മനോഹരമാക്കി വെക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സഞ്ചാരികൾക്കും ഇവിടെ പ്രവേശിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് പൂക്കളും ചെടികളും ഒക്കെ തയ്യാറാക്കി രാവിലെ നല്ല ഉഷാറാക്കി ഇവരെ പിന്നെ ചെടികൾ നനച്ചിട്ടാണെങ്കിലും അത് പരിപാലിച്ച് അത് വൃത്തിയാക്കി അതിൽ ഉണങ്ങിയ ചെടികളൊക്കെ ചിലവ് പറിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് രാവിലെ. ആ കാഴ്ചകളിലേക്ക് പോകാം. ഓരോ തവണയും വ്യത്യസ്തമായ കാഴ്ചകളാണ് പൂപ്പലിയിലുണ്ടാവുക. ഇത്തവണ ഞങ്ങളിവിടെ എത്തിയപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കാഴ്ച കണ്ടു. ട്രെയിൻ ഇല്ലാത്ത വയനാട്ടിൽ ട്രെയിൻ എത്തിച്ചിട്ടുണ്ട് പൂപ്പലിയിൽ. അത് പൂപ്പലിയിലെ ഒരു ജീവനക്കാരുടെ കൂട്ടായ്മയാണ് അത് നിർമ്മിച്ചെടുത്തതും. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു പൂപ്പലി കോമ്പൗണ്ടിൽ ഈ ഒരു ട്രെയിൻ ഒരുക്കിയിട്ടുള്ളത്. കാഴ്ചക്കാർ ഇങ്ങനെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന വയനാട്ടുകാർ, പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് തീവണ്ടി കാണാൻ അപ്പുറത്തെ ജില്ലകളിലൊക്കെ പോകണം. നേരെ വയനാട്ടുകാർക്ക് തീവണ്ടി കാണാൻ നേരെ നമ്മുടെ പൂപ്പലി നഗരിയിൽ എത്തിയാൽ മതി. ഇവിടെ ജീവനക്കാരത് മനോഹരമായിട്ട് അതിമനോഹരമായിട്ട് ആ ഒരു തീവണ്ടി നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ തീവണ്ടിയുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഇത്രയും നേരം കണ്ടു അല്ലേ. അതിമനോഹരം എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് പെർഫെക്ഷനാണ് ആ തീവണ്ടിയുടെ ഒരു കാഴ്ച. അതിൻ്റെ നൽകിയിരിക്കുന്ന നിറങ്ങളാണെങ്കിലും അതിന് തീവണ്ടിയുടെ ഒരു രൂപമാണെങ്കിലും വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇവർ വലിയ കലാകാരന്മാരായിരിക്കില്ല, പക്ഷേ അവരുടെ ഒരു കലാ കഴിവ് ആ ഒരു തീവണ്ടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത് ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളും കൗതുകത്തോടെയാണ് ആ തീവണ്ടി കാണുന്നതും അതിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പൂപ്പൊലിക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 10 ഏക്കറിൽ കാണാൻ അനവധി കാഴ്ചകളാണ്. ഒരു മടുപ്പുമില്ല. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ഈ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ പുതിയ കാഴ്ചകളാണ് കാണാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പാടവും പറമ്പിലൂടെ 2023 പൂപ്പൊലിയിൽ തുടങ്ങിയത് നമുക്ക് ഒരു ഡാലിയ തോട്ടത്തിൻ്റെ ദൃശ്യഭംഗി കാണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും ഇവിടെ അതിമനോഹരമായ ഡാലിയ തോട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല വലുപ്പത്തിൽ, പല ആകൃതിയിൽ, പല നിറങ്ങളിൽ ഇവിടെ ഡാലിയകൾ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം ഇനി. പൂപ്പൊലി നഗരിയിൽ ഏറെ കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ. അപ്പോൾ ഇവരെ സ്ഥിരമായി ഇവിടെ പൂപ്പൊലി RARSൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായിട്ടൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്നിട്ടുള്ള ഒരു ഇരുമ്പ് നെറ്റടിച്ച കുറേ ഭാഗത്ത് കുറേ അധികം പക്ഷികൾ, ലവ് ബേർഡ്സ്, പ്രാവുകൾ, അങ്ങനെയുള്ള പലവിധ പക്ഷികൾ, മുയലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ RARSൻ്റെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. പൂപ്പൊലി നഗരിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്റ്റാള്, നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ ഒരു സ്റ്റാൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു പെറ്റ് ഷോ ഒരുക്കിയിട്ടുണ്ട്. ഈ പെറ്റ് ഷോയിൽ എന്ന് പറഞ്ഞാൽ പലതരം പക്ഷികളുണ്ട്, പലതരം മൃഗങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത തരം പക്ഷികളും മൃഗങ്ങളും, വ്യത്യസ്തമായ പല പക്ഷികളും മൃഗങ്ങളും, അതുപോലെ പാമ്പ്, ഇഗ്വാന, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഇവിടുന്നൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇവർ പല കൂടുകൾ ഒരുക്കിയിട്ടുണ്ട്.
അതായത് കിളികൾക്കായിട്ടൊരു സൈഡിൽ രണ്ട് സൈഡിലും കിളികളുണ്ട്, അതേപോലെ ഫെസൻ്റ് ഉണ്ട്. ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇവിടേക്ക് പൂപ്പൊലി നഗരിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ശരിക്കും ഒരു കൗതുകമാണ് ഈ പക്ഷികളെയൊക്കെ കാണുന്നതും അതുപോലെ മൃഗങ്ങളെ കാണുന്നതും. ഇഗ്വാനയൊക്കെ മേത്ത് എടുത്തു വെച്ച് നമുക്ക് കാണിച്ചു തരും അവർ. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ, രണ്ടും നല്ല അടിപൊളി പാമ്പുകളാണ്. ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്ന് പറയും. നമുക്ക് ഈ ഒരു പെറ്റ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, അത് എലിയെ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ അടുത്ത് പാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് കഴുത്തിലൊക്കെ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക, ഇതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഈ നാട്ടിൻപുറത്ത് കാണുന്ന പാമ്പുകൾ കണ്ടാൽ തന്നെ നമ്മൾ ഓടും അല്ലെങ്കിൽ തല്ലിക്കൊല്ലും. പക്ഷേ ഇതാ ഇവിടെ നമ്മളെ കയ്യിൽ വെച്ച് തരും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ പാമ്പിനെ നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ പാമ്പിനെ എടുത്ത് കഴുത്തിലിടാം. നമ്മൾ എവിടെയെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നമ്മൾ പാമ്പിലെടുത്ത് കഴുത്തിലിടാന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമുള്ള ആൾക്കാർക്ക് ഇതേപോലെ എന്നെപ്പോലെ ധൈര്യമുള്ള ആൾക്കാർക്ക് ഇതേപോലെ പാമ്പിനെ കയ്യിലെടുക്കാൻ കഴുത്തിലിടാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ രാത്രി ആയാൽ പൂപ്പൊലിക്കൊരു പ്രത്യേകതയുണ്ട്. പൂപ്പൊലിയിൽ ഇങ്ങനെ വർണ്ണാഭമായ നിറങ്ങളാൽ ലൈറ്റുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, പൂപ്പൊലിയിലേക്ക് വൈകുന്നേരങ്ങളിൽ എത്തുന്നവർക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഈ ലൈറ്റുകൾ. അതായത് പല കളറുകളിലാണ്, പല വലുപ്പത്തിലാണ്, പല ആകൃതിയിലാണ് ഇവർ ലൈറ്റുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റുകൾ എന്ന് വെച്ചാൽ അത് കുളത്തിലാണെങ്കിൽ കുളത്തിലുണ്ട്, മരത്തിലാണെങ്കിൽ മരത്തിലുണ്ട്, ഇനി ചെടികളിലാണെങ്കിൽ ചെടികളിലുണ്ട്. അതുപോലെ നമ്മൾ നടക്കുന്ന നടവഴികളിൽ നടവഴികളിൽ നല്ല ഫോട്ടോ എടുക്കാൻ നമ്മൾ തലയ്ക്ക് മുകളിലാണെങ്കിലുണ്ട്, അതുപോലെ സൈഡുകളിലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പരവതാനി വിരിച്ചതുപോലെ തന്നെ നമ്മളെ ഓരോ സൈഡുകളിൽ നമ്മളെ പുൽമെത്തകളിൽ ഈ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വർണ്ണ കാഴ്ചകളിലേക്ക് പോകാം ഇനി.